സ്പോയിലർ വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്, തൃശ്ശൂരാണ്. നല്ല ചൂടാട്ടോ ഇവിടെ, ഹെവി ചൂടാണ്, രക്ഷയില്ലാത്ത ചൂടാണ്. കാരണം സൺഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്കൊരു സ്പോയിലർ വന്നിട്ടുണ്ട്. നമുക്കത് നമ്മുടെ തലയിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, എൻ്റെ മക്കളെ ഒന്നും പറയണ്ട. ഞാൻ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇയാളോടാണ് ഈ ലൊക്കേഷൻ ചോദിച്ചിട്ട് പുക പരിശോധന കേന്ദ്രം എന്നുള്ള ബോർഡ് നോക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. ഈ ബോർഡാണെന്ന് വെച്ചെങ്കിൽ കാണുന്നില്ല. അവസാനം എത്തി നമ്മുടെ സ്ഥലം. ഞാൻ എന്തായാലും പോയിട്ടേ മേടിച്ചിട്ട് വരാം. ഹിന്ദുസ്ഥാൻ്റെ ജനറൽ ഇൻഷുറൻസ് പ്രോപ്പർലി പാക്ഡ് ആണ്. ഗൈസ്, സാധനം കിട്ടി. കോമഡി ഇരുന്നിട്ടോ നൈസായിട്ട്. അവർക്ക് സാധനം എവിടെ ഇരുന്ന് അറിയണ്ടെന്നില്ല. എന്നെ വിളിച്ച് ചേട്ടൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത് ആദ്യം. എന്നിട്ട് ഞാൻ അവരുടെ ട്രാക്കിംഗ് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്ത് ആശാനത് എവിടെ ഇരിക്കണമെന്ന് അറിയണ്ടെന്നില്ല. ആളിങ്ങനെ ഫോൺ ചെയ്യാൻ മാത്രമേ ആൾക്ക് ഷിപ്മെൻ്റ് എവിടെ ഇരിക്കണം എന്നുള്ള അറിയണ്ടെന്നില്ല. അങ്ങനെ സാധനം കിട്ടി. നമുക്ക് നേരെ പോയിട്ട് ഫിക്സ് ചെയ്യാം. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിൽ പ്രൊഫഷണൽ കൊറിയേഴ്സ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ പുക പരിശോധന കേന്ദ്രമുണ്ട്. അതിൻ്റെ അവിടുന്ന് ഉള്ളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഞാൻ റൂട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളെ കാൽവരി റോഡില്ലേ, നമ്മളെ എന്താ പറയുക, വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിൽ നിന്ന് കാൽവരി റോഡ് വന്നിട്ട് നേരെ വാഹന പരിശോധന പുക കേന്ദ്രം ഇവിടെയാണ് ഷോപ്പ് വരാം. സമയം 12:15 ആവണം. എന്നാണെങ്കിൽ വെള്ളിയാഴ്ച ജുമാ ഉണ്ട്. പള്ളി പോയിട്ട് വരണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. നമുക്കതവിടെ പോയി നോക്കാം. നമ്മുടെ ഷോപ്പിൽ അവിടുത്തെ തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കുക വണ്ടി ഇടണോ അതോ പള്ളി ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ്. രക്ഷയില്ലാത്ത തിരക്ക് അവിടെ. അറിയില്ല, ഇപ്പം സമയം 12:30 ആവാനായി. ഞാനവിടെ നിന്ന് ഇറങ്ങി. സ്പോയിലർ ഫിക്സ് ചെയ്തിട്ടില്ല. പള്ളിയുടെ ടൈമായി. നമുക്ക് നൈസായിട്ട് പള്ളി പോയിട്ട് വരാം. അതുമാതിരി സിലിക്കൺ ബ്ലൂം 3mm അത് വെക്കാം, ഫിക്സ് ചെയ്യാം. അപ്പോൾ അവർക്കത് അവരെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ടൈമോടി പള്ളിയിൽ പോയിട്ട് റിട്ടേൺ വരാം. ഓക്കെ ഗൈസ്, പള്ളി കഴിഞ്ഞ് നമുക്ക് നേരെ ഷോപ്പിൽ പോവാം. എന്നിട്ട് സ്പോയിലർ ഫിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ചൂടൊരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീടറിയും. കാറിൻ്റെ ഡാഷിലാണെങ്കിൽ 37°C. കുഴപ്പമില്ല, കൂളിങ്ങൊന്നും അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി നമ്മളെ മുന്നിൽ കൊണ്ട് കേട്ടോ. നാട്ടിലെ വരവ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള വരവായിരുന്നു. മെയിനായിട്ട് അറിയാമല്ലോ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ജിയോ
കാര്യമായിട്ട് പണിയൊന്നുമില്ല. എന്നാൽ റിട്ടേൺ പോകുന്നൊരു ഐഡിയ അല്ല. പക്ഷെ നോക്കാം. ഞാൻ അതേ നമ്മളെ ഷോപ്പെത്തി കട്ട പോസ്റ്റർ വൈസ് അതാണ് പിടിപ്പിക്കാനും എളുപ്പമല്ല. സിലിക്കൺ ഗ്ലൂവും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ടൈം എടുക്കും വണ്ടി എടുത്ത് പോകാൻ. പോസ്റ്റാണ് ഇത് ഇന്നലെ അവസാനിച്ചില്ല. വണ്ടി ഇന്നലെ രാത്രി ഫുള്ള് നിർത്തിരേണ്ടി വന്നു. ഫിക്സ് ചെയ്ത് സ്പോയിലർ വെച്ചിട്ട് വണ്ടി കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി വന്നു. അത് കാരണം വെച്ചാൽ ആ സിലിക്കൺ ഗ്ലൂ അതിൽ സ്റ്റിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം എയർ പിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. ആദ്യം തന്നെ പറയാം, ഇത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. കാരണം ഇത് ബലേനോക്ക് ഡയറക്റ്റ് ഫിറ്റ് വരുന്ന സംഭവമല്ല. ഇത് നമ്മളൊരു ഐഡിയയിൽ വെച്ചിട്ടുള്ളതാണ്. കാരണം നിലവിലിറങ്ങണ സ്പോയിലറുകളും നമുക്ക് അങ്ങനെ ലൈക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് നമുക്ക് പോകാനുള്ള കാരണം. നിങ്ങളെന്തായാലും നോക്കി നോക്ക്. ഇന്നലത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങനെ ലൈക്ക് ചെയ്യുന്ന വരില്ല. കാരണം പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ബലേനോയിൽ AMG നമ്മളെ C ക്ലാസ്സിലെ ലേറ്റസ്റ്റ് C ക്ലാസ് AMGയുടെ സ്പോയിലറാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ബാറ്റ്മാൻ ടൈപ്പ് ഒരെണ്ണം ഉണ്ട്, മോൺസ്റ്റർ, അങ്ങനെ കുറേ. അതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല, ലൈക്കായില്ല. പിന്നെ കമ്പനി അടിച്ചെങ്കിൽ ഇതിൻ്റെ സ്പോയിലർ തരണമില്ല ഷോറൂമിൽ. നോർമലി നമ്മളെല്ലാവരും വെക്കുക OEM ടൈപ്പ് സ്പോയിലർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു OEM ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയത് തന്നെ മെയിനായിട്ട്. വലിയൊരു ആർഭാടൊന്നുമില്ല. അത് വെക്കുമ്പോൾ ഒരു ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആവും. എനിക്ക് താല്പര്യമില്ല. കമ്പനി OEM അത് നിങ്ങൾക്ക് എൻ്റെ സിറ്റി കണ്ടാൽ അറിയാം. ഞാൻ സിറ്റിയിലും OEM സ്പോയിലറിനെ വെച്ചിരുന്നത് വീട്ടേക്കിൻ്റെ. അപ്പോൾ ഇതൊരു ക്ലീൻ ലുക്ക്, ലൈക്ക് ഒരു സ്റ്റോക്ക് OEM പ്ലസ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇതുമ്പോൾ നിർത്തിയത്. ഇത് തന്നെ മുന്നോട്ട് പോവുള്ളൂ. ഇതന്നെ വെച്ചിട്ട് തന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കാർ കണ്ടൻസ് ചെയ്യാൻ പ്ലാനുണ്ട് നാട്ടിലുള്ളതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് സ്റ്റേ ട്യൂൺഡ്. ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വ്ളോഗ്സ് ഇങ്ങനെ ഡേ ബൈ ഡേ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും കുറേ കണ്ടൻസ് കൊണ്ടുവരാൻ പ്ലാനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പരിപാടികൾ, പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല, നാട്ടിലുള്ള പരിപാടികൾ ഇങ്ങനെ കൊണ്ടുവരാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. ടേക്ക് കെയർ.